ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വളരെ വേഗം നോക്കാം. ഇന്നിത് സംഭവിക്കും. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൌത്യത്തിന്റെ സാറ്റലൈറ്റ് വിക്ഷേപണം ഇന്ന് 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണമായ ഡോക്കിംഗ് പരീക്ഷണം നടത്തുകയാണ് ISRO. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ന് രാത്രി 9:58 സ്പാഡെക്സ് ദൌത്യം. വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ഇന്ന് പ്രതിഷേധം കടുക്കും. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് CPM-ഉം DYFIയും ഇന്ന് മാർച്ച് നടത്തും. വ്യാജരേഖ പ്രചരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പോലീസിൽ പരാതി നൽകും. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കം നടക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. CPM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിയെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. മംഗലപുരം പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. മധു പണപ്പിരിവിൽ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയെന്ന് CPM. ഇടുക്കി മുള്ളരിക്കോട്ട് കാട്ടാനയാക്രമണത്തിൽ മരിച്ച യുവാവിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. 8:30 മുള്ളരിക്കോട് ജുമാ മസ്ജിദിലാണ് അമറിന്റെ സംസ്കാരം. LDF-ഉം UDF-ഉം NDAയും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. കാട്ടാനകളെ അടിയന്തരമായി നാടുകടത്തണമെന്ന് നാട്ടുകാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിലെ അധ്യാപകരെ ഇന്ന് ചോദ്യം ചെയ്യും. ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. 2 അധ്യാപകർക്കാണ് നോട്ടീസ് നൽകിയത്. മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് തീർത്ഥാടകരെ ദർശനത്തിനായി അനുവദിക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തും. മന്ത്രി MB രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടിയും ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി KN ബാലഗോപാലും ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്ന പ്രദേശം ഇന്ന് ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും. തഹസിൽദാറും ജിയോളജിസ്റ്റുകളും അടങ്ങുന്ന സംഘമാകും പരിശോധനയ്ക്കെത്തുക. കുന്നിടിക്കൽ അശാസ്ത്രീയമായാണോ എന്നതിൽ പരിശോധന നടത്തും. പഞ്ചാബിൽ ഇന്ന് കർഷക ബന്ദ്. റെയിൽ റോഡ് ഗതാഗതം തടയും. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ബന്ദ്. നിരാഹാരമിരിക്കുന്ന കർഷക നേതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിന് പിന്നാലെയാണ് കർഷകർ പ്രതിഷേധം കടുപ്പിക്കുന്നത്. റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് പരിഗണിക്കും. കേസിൽ ഇന്ന് വിധി പറഞ്ഞേക്കും. റിയാദിലെ കോടതി കേസ് പരിഗണിക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-ന്. കേസ് പരിഗണിക്കുന്നത് 4 തവണ മാറ്റിവെച്ച ശേഷം.